ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെടുക, ദൈവാനുഗ്രഹം പ്രാപിക്കുക, എന്നാൽ ദൈവകൃപയുടെ മഹത്വത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. ഈ ഭൗതിക ലോകത്തിൻ്റെ മാനുഷികമായ ചിന്തകളിൽ പലപ്പോഴും ദൈവാനുഗ്രഹത്തെ നാം നിർവചിക്കാറുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഭൗതിക സുഖങ്ങൾ, വസ്തുക്കൾ, ജോലിയും പേരും പെരുമയും സമ്പാദ്യങ്ങളുമൊക്കെയാണ് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ അളവുകോലുകൾ. എത്രമാത്രം സമ്പത്ത് നമുക്ക് ലഭിക്കുന്നോ, എത്ര നല്ല ജോലി നമുക്ക് ലഭിക്കുന്നോ, ജോലി ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് പുതിയ ജോലികൾ ലഭിക്കുമ്പോൾ നമ്മൾ പറയും ദൈവം നമ്മെ അനുഗ്രഹിച്ചുവെന്ന്. ഭൗതിക സുഖങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ പറയും നമ്മെ ദൈവം അനുഗ്രഹിച്ചെന്ന്. സമ്പത്ത്, പ്രിയമുള്ളവരെ, എല്ലായ്പ്പോഴും ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതീകമായാണ് നാം കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് 90% ആളുകളുടെയും പ്രാർത്ഥന, കർത്താവേ എനിക്ക് നല്ല ജോലി നൽകണമേ, നല്ല സമ്പത്ത് നൽകണമേ. അങ്ങനെ നീണ്ടുപോകുന്ന നമ്മുടെ പ്രാർത്ഥനകളുടെ, നമ്മുടെ നിയോഗങ്ങളുടെ ഒരു വലിയ പട്ടിക നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ ദൈവാനുഗ്രഹം പ്രാപിച്ചവൻ അല്ലെ അനുഗ്രഹീതൻ എന്ന് പറയുന്നത് ഈ ഭൗതിക സുഖഭോഗങ്ങൾക്കൊക്കെ അതീതമാണ്. ഈ ഭൗതിക സുഖങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി ഉള്ളതല്ല ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അതിലുമൊക്കെ ഉപരിയായിട്ട് വിശുദ്ധ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 5 മുതൽ 12 വരെയുള്ള വചനങ്ങൾ അനുഗ്രഹീതരായവരുടെ ഒരു വലിയ പട്ടിക നമ്മുടെ മുൻപിലേക്ക് നിരത്തുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 5 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരാണെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. വചനം നമ്മുടെ മുമ്പിലേക്ക് ഒരു നീണ്ട പട്ടികയാണ് തരുന്നത്, എങ്ങനെയുള്ള വ്യക്തികളാണ് അനുഗ്രഹീതരായി മാറുന്നത് എന്ന്. അതിൽ സൗമ്യവരും നീതിമാന്മാരും കരുണയുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും സമാധാനം സ്ഥാപിക്കുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരും ഉൾപ്പെടുന്നു. ആയതിനാൽ അനുഗ്രഹം ഒരിക്കലും ഭാഗ്യത്തിൻ്റെ ലളിതമായ ഒരു സമ്പാദ്യമല്ല, മറിച്ച് ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അവസ്ഥയാണ്. ആയതിനാൽ നിങ്ങൾ ക്ഷമിക്കുകയും ദയ കാണിക്കുകയും നീതിനിഷ്ഠരായും സന്തോഷമുള്ളവരും സമാധാനമുള്ളവരുമാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അനുഗ്രഹീതരായി മാറും. കർത്താവായ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമ്മെ തന്നെ ഇന്നത്തെ ദിവസം ഒരുക്കാം. കർത്താവെ, ഞങ്ങളെ ക്ഷമിക്കുകയും ദയയുള്ളവരും നീതിബോധവും സന്തോഷവും സമാധാനവും ഉള്ളവരുമായിട്ട് ജീവിക്കുവാനുള്ള കൃപയേകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.